കൊലകൊമ്പന്മാരായ ഔലിയാക്കളുടെ സഹായികളായ ജിന്നുമക്കൾ പങ്കെടുക്കുന്ന ഒരു സ്വലാത്തുണ്ട്. ആ സ്വലാത്തിന് നിങ്ങൾ 11 പ്രാവശ്യം പങ്കെടുത്താൽ 1 രൂപയും ചിലവില്ല. നിങ്ങളുടെ ഏത് പ്രശ്നവും പരിഹരിക്കപ്പെടും. 100% ഗ്യാരണ്ടി. 99 അല്ല, 100% ഗ്യാരണ്ടി. 11 സ്വലാത്തിന് പങ്കെടുക്കണം. ആ സ്വലാത്തിൽ മനുഷ്യരോടൊപ്പം സഹകരിക്കുന്നത് ജിന്നുകളാണ്. ഏത് ജിന്നുകൾ? ഔലിയാക്കളുടെ സഹായികൾ. അതാണ് കണിയാപുരം സ്വലാത്ത്, തിരുവനന്തപുരം ജില്ലയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ഉസ്താദിനെ ഞാൻ ഇന്നലെ ഫോൺ വിളിച്ചു. ഏകദേശം 1 മണിക്കൂറിലധികം ഉസ്താദുമായി സംസാരിച്ചു. ഉസ്താദിനോട് ഞാൻ പ്രധാനമായും ചോദിച്ച ഒരു ചോദ്യം, ഈ ജിന്നു മഹ്ലറ, ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ പല വീഡിയോകളിലും പല സ്ഥലത്ത് നടക്കുന്ന ജിന്നു മഹ്ലറകളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. 100% ഉറപ്പാണ്, എന്ത് പ്രശ്നവും മാറും, 1 രൂപ ചെലവില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ച് ചോദിച്ചു, ഉസ്താദെ, ഈ ജിന്നു മഹ്ലറ എന്ന് പറയുന്നതിന് നമ്മുടെ ദീനിൽ എന്താണ് അതിന് തെളിവുള്ളത്? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, ജമാലുദ്ദീൻ വൈദ്യർ എന്ന് പറയുന്ന ആലുവാക്കാരനായ ഒരാൾ, അദ്ദേഹത്തെക്കുറിച്ച് വിവാദങ്ങൾ വേറെ ഒരുപാടുണ്ട്. എന്താണ് വസ്തുത എന്നൊന്നും എനിക്കറിയില്ല. കേട്ടു മനസ്സിലാക്കിയെടുത്തോളം ഒരു പ്രത്യേക ചികിത്സാ രീതിയുമായി നടക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ഒരു പേനയുടെ വലുപ്പത്തിലുള്ള സാധനം, അതുകൊണ്ട് ഇങ്ങനെ ഷോക്കടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിയിലോ മറ്റോ ഇബ്നു സീന എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങിയിരുന്നു. പിന്നീട് അത് പൂട്ടിപ്പോയി എന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞു. എന്തായാലും അദ്ദേഹവുമായി ബന്ധപ്പെട്ടും തട്ടിപ്പാണ്, വെട്ടിപ്പാണ് എന്നൊക്കെയുള്ള ഒരുപാട് വിവാദങ്ങൾ, ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാലത്തുണ്ടായിരുന്നു. എത്രത്തോളം അതിൻ്റെ വസ്തുതയുണ്ട് എന്ന് ആഴത്തിൽ എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതും ഒരു തട്ടിപ്പാകാനുള്ള സാധ്യതയാണ്. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ആ ജമാലുദ്ദീൻ വൈദ്യർ എന്ന് പറഞ്ഞ ജമാലുദ്ദീൻ മൗലവി എന്ന് ഇവർ പരിചയപ്പെടുത്തുന്ന ആൾക്ക് അദ്ദേഹത്തിൻ്റെ പിതൃ പരമ്പരയിൽ എത്രയാണ്, 9 ഓ 10 ആ പരമ്പരയിലുള്ള കായൽപട്ടണത്ത് മറമാടപ്പെട്ടിട്ടുള്ള ഒരു വലിയ, ആ വലിയൻ്റെ സഹായികളായിട്ടുണ്ടായിരുന്ന ചില ജിന്നുകൾ, ആ ജിന്നുകൾ ആ വലിയ അദ്ദേഹത്തിൻ്റെ മകന് കൈമാറി, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകന് കൈമാറി, അങ്ങനെ പരമ്പരാഗതമായി കൈമാറി ഇപ്പോൾ ഈ ജമാലുദ്ദീൻ വൈദ്യർ എന്ന് പറയുന്ന ആളുടെ കയ്യിലാണ് ആ ജിന്നുള്ളത്. ആ ജിന്ന് സ്വാലിഹീങ്ങളിൽപ്പെട്ട ജിന്നാണ് എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ആ ജിന്നിനെ ഹാളിറാക്കിക്കൊണ്ടുള്ള ഒരു മജ്ലിസ് ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഞാനതിൻ്റെ പ്രമാണം എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു കിതാബുകളിൽ നിന്ന് പ്രമാണം പറയാൻ അറിയില്ല, വേണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഉസ്താദെ, അത് ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല എന്ന് ചോദിച്ചപ്പോൾ, ജിന്നുകളെ അത്തരത്തിൽ ഉപയോഗിക്കുന്ന വിഷയങ്ങളിൽ നമ്മുടെ പ്രമാണങ്ങൾ അത് അംഗീകരിക്കുന്നില്ല എന്നൊക്കെ ഞങ്ങൾ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാന്യമായി തന്നെയാണ് 1 മണിക്കൂറോളം നേരം സംസാരിച്ചു. സന്തോഷത്തോടു കൂടി ഫോൺ വെക്കുകയും ചെയ്തു. അതിനിടയിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ വിഷയം ഞാൻ ഒന്നുകൂടി പഠിച്ചിട്ട് നിങ്ങൾ പറയുന്നത് ശരിയല്ലെങ്കിൽ ഞാൻ പരസ്യമായി ഒരു വീഡിയോ ചെയ്യും. അദ്ദേഹം പറഞ്ഞു, വീഡിയോ ചെയ്തോളൂ, ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആ വിഷയം പഠിച്ച് അതിന് മറുപടി പറയാനും കഴിയുമല്ലോ എന്നൊക്കെ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ, ഇദ്ദേഹം ഈ പറഞ്ഞ ജിന്ന് മഹ്ലറ, ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ നിലപാടെന്താണ്? അങ്ങനെ ജിന്നുകളെ സഹായികളായി വെക്കാൻ പറ്റുമോ? അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവർക്ക് മുഅ്ജിസത്തിൻ്റെയും കറാമത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ജിന്നുകളെ കൊണ്ട് പണിയെടുപ്പിക്കാനും അവരെ അനുസരിപ്പിക്കാനുമൊക്കെ കഴിയുമെന്നതൊരു വസ്തുതയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ സംഭവം ഖുർആനിലുണ്ട്. അതുപോലെ ഒരുപാട് ഔലിയാക്കൾ, മഹാനായ ഗൗസുൽ ആദം ഖുത്ബുൽ അഖ്താബ് തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ജിന്നുകളെ അനുസരിപ്പിച്ച കഥകൾ പറയുന്നുണ്ട്. പക്ഷേ അവരെ സഹായികളായി ഇങ്ങനെ കൊണ്ടു നടക്കുക എന്നത് ഇസ്ലാമികമായി ശരിയല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഔലിയാക്കൾ അവരുടെ സഹായികളായി ഒരു ജിന്നിനെ എപ്പോഴും ഇങ്ങനെ സഹവസിപ്പിച്ച് കൊണ്ടു നടക്കും എന്ന് പറയുന്നതും ശരിയല്ല. മഹാനായ ഇമാം റാസി റഹിമഹുല്ല അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം, വഹാഹുന ലത്തീഫത്തുൻ എന്നിങ്ങനെ പറഞ്ഞിട്ട്. അതെന്താണെന്ന് പറയാം. അന്നൽ ആദമിയ യംബഗി ഐ യത്തഖിയൽ ജിന്ന, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്നിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്.
യജ്തനിബഹു, ആ ജിന്നിനെ ഉപേക്ഷിക്കലും അത്യാവശ്യമാണ്. വൽ ഇജ്തിമാഉ ബിഹി യുഫ്ലി ഇലൽ മഫ്സദ, ആ ജിന്നുമായി ഒരുമിച്ച് കൂടൽ കുഴപ്പത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. വലിഹാദ ഖാലല്ലാഹു തആല, ഇതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ എന്നിങ്ങനെ ഒരായത്തും എടുത്തു കൊടുക്കുകയാണ്. ഇവിടെ മഹാനായ ഇമാം റാസി റഹിമഹുല്ല വ്യക്തമായി പറയുന്നത് ജിന്നുമായി സഹവസിക്കുന്നതിനെ ഒഴിവാക്കണമെന്നാണ്. അവൻ കുഴപ്പത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി ചാടിക്കുമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ആ ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ ചിന്തിച്ചേക്കാം, ജിന്നുകളുടെ കൂട്ടത്തിൽ നല്ലവരുമുണ്ട്, മോശക്കാരുമുണ്ട്. നല്ലവരായ സ്വാലിഹീങ്ങളാകുന്ന ജിന്നുകൾ, അവരോട് സഹവസിക്കാൻ പറ്റില്ല എന്ന് കിട്ടുമോ എന്ന് സ്വാഭാവികമായും ചോദിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഈ കിതാബ് മഹാനായ അല്ലാമ ബദറുദ്ദീനു ശിബിലി റഹിമഹുല്ലയുടേതാണ്. മഹാനവറുകൾ രേഖപ്പെടുത്തുന്നത് നോക്കൂ, ഇതിൻ്റെ 55-ാമത്തെ അധ്യായത്തിൽ ലി അന്ന അദാവത്തൽ ജിന്നി വൽ ഇൻസി ബിത്വബ, മനുഷ്യൻ്റെയും ജിന്നിൻ്റെയും ശത്രുത അത് പ്രകൃതിപരമാണ്. മറ്റൊരു വിഷയം ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ പറയുന്നതാണ്, മനുഷ്യനും ജിന്നും തമ്മിൽ ശത്രുത എന്നത് അത് പ്രകൃതിപരമായിട്ടുള്ളത് തന്നെയാണ്. വ ഇൻകാനു, അവരാണെങ്കിലും ശരി, ആ ജിന്നുകളാണെങ്കിലും ശരി, മുഅ്മിനീങ്ങളായ ജിന്നുകളാണെങ്കിലും ശരി, ഫൽ അദാവത്തു മൗജൂദത്തുൻ, ശത്രുത എന്നത് ഉണ്ടാകുന്നതാണ് എന്നാണ്. അപ്പം നല്ല ജിന്നുകളാണെങ്കിൽ പോലും അവർക്ക് മനുഷ്യരോട് ശത്രുത എന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അപ്പം ജിന്ന് എന്ന് പറയുന്ന ആ ഒരു വർഗം, അവരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവർക്ക് മനുഷ്യരോട് പലതരത്തിലും അദാവത്തുണ്ട്, അത് നല്ലവരാണെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ അവർ ഏത് അവസരത്തിലൂടെയാണ് നമ്മളെ ചതിക്കുക, വഞ്ചിക്കുക, അപകടത്തിൽപ്പെടുത്തുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് കുറച്ചുകൂടി വിശദമായി ജിന്നുകളോടുള്ള സഹവാസത്തെക്കുറിച്ച് മഹാനായ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റഹിമഹുല്ല അവിടുത്തെ അൽ യവാഖീത്തു വൽ ജവാഹിർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഒരു ചോദ്യമാണ് മഹാനവറുകളോട്, ഫഹൽ മുജാലസത്തുൽ ജാന്നി റദീഅത്തുൻ ഔ മഹ്മൂദത്തുൻ, ജിന്നുകളോടൊപ്പം സഹവസിക്കൽ, ഇരിക്കൽ അത് മോശമാണോ അതല്ല നല്ലതാണോ? അതിൻ്റെ മറുപടി മഹാനവറുകൾ കൊടുക്കുന്നു, ഹിയ റദീഅത്തുൻ വൈറു മഹ്മൂദത്തിൻ, അത് മോശമാണ്, നല്ല പണിയല്ല. വമൻ ആസറ മുജാലസത്തഹും മിനൽ ഉലമാഇ റൂഹാനിയീന, ഇത്തരത്തിലുള്ള റൂഹാനിയായ കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെടുന്ന അറിവുള്ള ആളുകൾ, അവർ ഇത്തരത്തിൽ ജിന്നുകളോടൊപ്പം സഹവസിക്കലിനെ തിരഞ്ഞെടുത്താൽ ഫഹുവ ജാഹിലുൻ, അവൻ വിവരം കെട്ടവനാണ്. അപ്പം ജിന്നുകളോട് സഹകരിക്കുക എന്നത് വിവരം കെട്ടവരുടെ പണിയാണെന്ന് പറയുന്നത് ഇമാം ഷഅറാനി റഹിമഹുല്ലയാണ്. ഔലിയാക്കൾ, അമ്പിയാക്കൾ അവർ ജിന്നുകളെ കൊണ്ട് ഉപകാരം എടുത്തിട്ടുണ്ട് എന്നതിനെ നിഷേധിക്കുന്നില്ല. പക്ഷേ അവരെ സഹവസിച്ചിങ്ങനെ കാലങ്ങളായി കൊണ്ടു നടക്കുക, അത് കൈമാറുക, അതിങ്ങനെ താവഴിയായി അല്ലെങ്കിൽ പാരമ്പര്യമായി ഓരോരുത്തരിലേക്ക് തലമുറകളായി കൈമാറി അവരെ കൊണ്ട് ഇങ്ങനെ മഹ്ലറകൾ ഉണ്ടാക്കുക, മജ്ലിസുകൾ ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ജാഹിലുകളാണെന്ന് പറയുന്നത് ഷഅറാനി ഇമാമാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, ഫഇന്നൽ ഗാലിബ അലൈഹിം അൽ ഫുളൂൽ, ജിന്നുകളിൽ അധികവും വെറുതെ ആവശ്യമില്ലാത്ത ഫുളൂലാത്തുകൾ, വേണ്ടാത്തരങ്ങൾ അതൊക്കെ ചെയ്യുന്നവരാണ്. ഇൻസിൽ ഫസഖത്തി, തെമ്മാടികളായ മനുഷ്യന്മാരെ പോലെ തന്നെ. അപ്പോൾ ബുദ്ധിയുള്ള ആളുകൾ എന്ത് വേണം? ഫൽ ആഖിലു മൻ ഹറബ മിൻഹും, ബുദ്ധിയുള്ളവർ അവരിൽ നിന്ന് ഓടി മാറും, അല്ലാതെ കൂടെ കൊണ്ട് നടക്കില്ല. എന്നിട്ട് പറയുന്നു, കമാ യഹ്റുബു മിൻ മുജാലസത്തിൽ ഫാസിഖീന, തെമ്മാടികളായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ആളുകൾ അവരോടൊപ്പം സഹകരിക്കില്ലല്ലോ. അവരിൽ നിന്നും മാറിപ്പോകുന്നത് പോലെ ജിന്നുകളിൽ നിന്നും ബുദ്ധിയുള്ള ആളുകൾ മാറിപ്പോകും. വമാ റഅയ്ന അഹദൻ ജാലസഹും വഹസല ലഹും അബദൻ ഖൈർ, ഈ ജിന്നുകളോട് ഇങ്ങനെ സഹവസിച്ചിട്ട് എന്തെങ്കിലും ഒരു നന്മ നേടിയെടുത്ത ആളെ നമ്മൾ കണ്ടിട്ടില്ല. വദാലിക ലി അന്ന അസ്ലഹും നാറുൻ, കാരണം ജിന്ന് എന്ന് പറയുന്നത് അവരുടെ അസ്ല് തീയാണ്, തീയാൽ പടക്കപ്പെട്ടവരാണല്ലോ ജിന്നുകൾ. മനുഷ്യരാകുന്ന നമ്മൾ മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ടവരുമാണ്. വന്നാറു കസീറത്തുൽ ഹറക്കത്തി, തീ എന്ന് പറയുന്നത് ഇങ്ങനെ എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്.
വമൻ കസുറത്ത് ഹറക്കാത്തുഹു കാനൽ ഫുദൂഉ അസ്റഅ ഇലൈഹി. ആരുടെയെങ്കിലും ചലനം ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ വേണ്ടാത്തരങ്ങളും അവനിലേക്ക് വേഗം എത്തുന്നതാണ്. ഫൽ ജിന്നു അഷദ്ദു ഫിത്നതൻ അലാ ജലീസിഹിം മിനന്നാസി. അപ്പൊ ജിന്ന് അവനോടൊപ്പം സഹവസിക്കുന്നവന്റെ മേൽ വല്ലാതെ ഫിത്നയുണ്ടാക്കുന്നതാണ്. ഫഇന്നഹും ഇജ്തമഉ മഅ ഫസഖത്തിൽ ഇൻസി അലത്തിലാഇ അലാ ഔറാത്തിന്നാസില്ലത്തി ലാ യഖഉ ഫീഹാ ആഖിലുൻ. ബുദ്ധിയുള്ള ഒരാൾ ചെയ്യാത്ത എന്ന് പറഞ്ഞാൽ ഈ ജിന്നുകൾ മോശപ്പെട്ട മനുഷ്യരോടൊപ്പമൊക്കെ കൂടിയിട്ട് മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്കൊക്കെ എത്തി നോക്കിയിട്ട് അത് പറഞ്ഞു കൊടുക്കുന്ന പണിയാണ്. ബുദ്ധിയുള്ളവരൊന്നും അതിൽ വീണുപോകില്ലല്ലോ. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, വറുബ്ബമാ യതഖയ്യലു ജലീസുഹും ബിമാ യുഖ്ബിറൂനഹു ബിഹി മിൻ ഹവാദിസിൽ അക്വാനി വമാ യഖഉ ഫിൽ ആലമി വ മിനൽ ആലം. ചില സമയത്ത് ജിന്നുകളോടൊക്കെ ഇങ്ങനെ സഹവസിക്കുന്ന ആൾക്ക് ജിന്നുകൾ ലോകത്തുണ്ടാകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെയൊക്കെ അറിയിച്ചു കൊടുക്കുമ്പോൾ അവൻ വിചാരിക്കും അന്നദാലിക മിൻ കറാമാത്തില്ലാഹി ലഹു, ഇത് അള്ളാഹു അവന് ചെയ്തു കൊടുത്ത ഒരു ആദരവാണ്, അല്ലെങ്കിൽ ഒരു കറാമത്താണ് എന്നൊക്കെ അവൻ തെറ്റിദ്ധരിച്ചു പോകും. അപ്പൊ ജിന്നുകളുമായിട്ടുള്ള സഹവാസത്തെ അവരെ സഹായികളാക്കുന്നതിനെ മഹാന്മാരാകുന്ന അയിമ്മത്ത് നിരുത്സാഹപ്പെടുത്തുകയും അതിനെ ആക്ഷേപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് ഷാറാനി ഇമാമ് പറയാണ്, വഖദ് അത്വാല ശൈഖു അൽ കലാമ അലാ ദമ്മി ഉസ്റത്തിൽ ജിന്നി. ജിന്നുകളോട് സഹവസിക്കുന്നതിനെ ആക്ഷേപിച്ചുകൊണ്ട് മഹാനവറുകൾ നീട്ടിപ്പരത്തി തന്നെ എഴുതിയിട്ടുണ്ട്. ഫിൽ ബാബിൽ ഖാമിസി വൽ ഖംസീൻ, 55-ാമത്തെ അധ്യായത്തിൽ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ജിന്നുകളോടുള്ള സഹവാസത്തെ ആക്ഷേപിച്ചുകൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്താൻ ഇനിയും ഒരുപാട് ഇമാമുമാരുടെ കിതാബുകളിൽ നിന്ന് നമുക്ക് വായിക്കാനുണ്ട്. എവിടെയെങ്കിലും മനുഷ്യരാണ് നമ്മൾ. ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും. അങ്ങനെ ബുദ്ധിമുട്ടുകൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ആ ബുദ്ധിമുട്ടുകളെ ഇത്തരത്തിലുള്ള ജിന്നു മഹ്ലറയാണ് 11 ഇപ്രാവശ്യം ഇവിടെ വരണം, എന്നാൽ ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാം മാറിക്കിട്ടും എന്നൊക്കെ പറയുമ്പോൾ കൊണ്ടുപോയി തല വെച്ച് കൊടുക്കരുത്. അത് ചിലപ്പോൾ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തും, ചിലപ്പോൾ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തും, ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ജിന്നുകളോടുള്ള കളി അതത്ര നല്ല കളിയല്ല. ഏതോ ഒരു വലിയൻ്റെ സഹായിയായിട്ടൊരു ജിന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കപ്പെടുന്നു. അതിനൊന്നും അടിസ്ഥാനമില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു കേട്ടുകേൾവിയാണ്, അല്ലാതെ രേഖാമൂലം എവിടെയെങ്കിലും എഴുതി വെച്ചതോ ഒന്നുമല്ല. അങ്ങനെ ജിന്നുകളുമായി സഹവസിക്കുന്നത് മണ്ടന്മാരാണ്, വിവരം കെട്ടവരാണെന്ന് പറയുമ്പോൾ ജിന്നുകൾ അവരെ സഹായികളായിട്ട് കൊണ്ടു നടക്കില്ലെന്നത് ഉറപ്പ്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവരെ അനുസരിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതല്ല, അവരോടുള്ള മുജാലസത്ത്, അവരുടെ കൂടെ ഇരിക്കുക, അവരോട് സഹവസിക്കുക, ഇതൊന്നും ഒരു ബുദ്ധിയുള്ളവർ ചെയ്യില്ല എന്ന് ഷാറാനി ഇമാമല്ലേ പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്തായാലും ഔലിയാക്കൾ അത് ചെയ്യില്ല. ആ വലിയ തൻ്റെ മകന് കൊടുക്കുന്നു, ആ മകൻ അടുത്ത മകന് കൊടുക്കുന്നു. ഇങ്ങനെ പാരമ്പര്യമായി കൈമാറി അവസാനം ഈ ജമാലുദ്ദീൻ വൈദ്യർ എന്ന് പറയുന്ന ആൾക്ക് കിട്ടി എന്ന് പറയുമ്പോൾ തലേക്കെട്ട് കെട്ടിയ ഉസ്താദുമാർ ഇതിൻ്റെ പ്രചാരകരാകുമ്പോൾ സാധാരണക്കാരായ ആളുകൾ പെട്ടുപോകില്ലേ? ക്യാൻസർ രോഗം പിടിപെടുമ്പോൾ അത് മാറാൻ ഏതൊരാളും ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഉസ്താദുമാരുടെ വാക്കും കേട്ട് പോയി കയറി കൊടുക്കുമ്പോൾ എന്തൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം. നമ്മൾ സൂക്ഷിക്കണ്ടേ? അതുകൊണ്ടാണ് ഉസ്താദിനോടും പറയാൻ, വളരെ ബഹുമാനത്തോടു കൂടി പറയാൻ, നിങ്ങൾ ഈ പണി അവസാനിപ്പിക്കണം. ഇത് ശരീഅത്തിന് യോജിച്ചതല്ല, ഇത് നമ്മൾ തലപ്പാവുധാരികൾക്ക് പറ്റിയ പണിയല്ല. ജമാലുദ്ദീൻ വൈദ്യർ, അദ്ദേഹത്തെക്കുറിച്ച് കുറേ വിഷയങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറയപ്പെടുന്നു. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതിൻ്റെ ഹക്കും ബാത്തിലുമൊന്നും എനിക്കറിയാത്തത് കൊണ്ടാണ്. പക്ഷേ അദ്ദേഹത്തെ പോലെയുള്ള കിതാബുകളൊന്നും ഓതിപ്പടിക്കാത്ത ഒരു നാടൻ മനുഷ്യൻ്റെ കൂടെ കൂടിയിട്ട് നിങ്ങളെപ്പോലെയുള്ള തലപ്പാവുധാരികൾ, ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. ഈ മജ്ലിസിൻ്റെ ഒരു വീഡിയോയിൽ എത്ര തലപ്പാവ് വെച്ച ഉസ്താദുമാരാണെന്നറിയോ? നിങ്ങൾക്കൊക്കെ എന്താണ് പറ്റിപ്പോയത് ഉസ്താദുമാരെ? സങ്കടമാണ്. നിങ്ങൾക്കൊക്കെ എന്താണ് പറ്റിപ്പോയത്? ഈ ദീനിലുള്ളതാണോ? എന്തെങ്കിലും ഒരു അത്ഭുതം കാണുമ്പോഴേക്കും അത് സത്യമാണെന്ന് വിശ്വസിക്കൽ. അപ്പം ഏതെങ്കിലുമൊക്കെ ജിന്നിനെ കൂട്ടിപ്പിടിച്ച് എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങളോ മായാവിദ്യകളോ ഒക്കെ കാണിക്കുമ്പോൾ ആ മജ്ലിസിലേക്ക് പോയിരുന്ന് കൊടുക്കാൻ മാത്രം ഉസ്താദുമാരെ നിങ്ങൾ കിതാബൊന്നും ഓതി പഠിച്ചിട്ടില്ലേ? ഈ ഉസ്താദിനോടും പറയാൻ, ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം, നിങ്ങൾക്കത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ പിന്തിരിയുകയും വേണം. ആളുകളോട് നിങ്ങളത് പറഞ്ഞു കൊടുക്കുകയും വേണം. നമ്മൾ ജനങ്ങളെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് വഴികേടിലേക്കാക്കാൻ പാടില്ലല്ലോ ഉസ്താദെ. അതുകൊണ്ടാണ് പ്രതികരിച്ചത്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.